ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗാളിൽ ശക്തമായ തിരിച്ചടിയാണ് തൃണമൂലിനും മമതയ്ക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 2 എംപിമാർ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നിരിക്കുന്നു. എംപിമാരായ ദിബേന്ദ്രു അധികാരി, അർജുൻ സിംഗ് എന്നിവരാണ് ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചത്. തൃണമൂൽ നേതൃത്വത്തിന്റെ അവഗണനയിലും അക്രമ രാഷ്ട്രീയത്തിലും മനമടുത്താണ് ഇരുവരും പാർട്ടി വിട്ടത് എന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളും പാർട്ടി വിടാൻ കാരണമായി എന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ തൃണമൂൽ MLA തപസ് റോയ് ബിജെപിയിൽ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് 2 എംപിമാർ കൂടി പാർട്ടി വിട്ടിരിക്കുന്നത്. തംലുക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള നേതാവാണ് ദിബേന്ദു അധികാരി. സുവേന്ദു അധികാരിയുടെ ഇളയ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. ഇക്കുറിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്ന് അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടതും അത് നേതൃത്വം നിരസിച്ചതും വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പാർട്ടി വിട്ടിരിക്കുന്നത്. TMCN തന്നെ തുടരുമെന്നായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഈ തീരുമാനം മാറ്റുകയായിരുന്നു. ബാരക്പൂരിൽ നിന്നുള്ള MPയാണ് അർജുൻ സിംഗ്. അതേസമയം രാഷ്ട്രപതി ദ്രൗപദി മുർമുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സന്ദേശ് ഖാലിയിൽ നിന്നുള്ള സ്ത്രീകൾ. സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രദേശത്തെ കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങളെ വിന്യസിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാമെന്ന് സ്ത്രീകൾക്ക് രാഷ്ട്രപതി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്. ഞങ്ങൾ സന്ദേശ് ഖാലിയിൽ തിരിച്ചെത്തിയാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. പുറത്തു പറഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് തൃണമൂൽ പ്രവർത്തകരുടെ ഭീഷണി. സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് സ്ത്രീകൾ പറഞ്ഞത്. സ്ത്രീകൾക്കൊപ്പം RSSകാരും രാഷ്ട്രപതിയെ കാണാൻ എത്തിയിരുന്നു. ദരിദ്രരുടെ ഭൂമി തട്ടിയെടുത്ത് അത് മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നതാണ് ഷെയ്ഖ് ഷാജഹാന്റെ പ്രവർത്തന രീതിയെന്ന് പട്ടികജാതി പട്ടികവർഗ സപ്പോർട്ട്സ് ആൻഡ് റിസർച്ച് ഫോർ NGO സെന്റർ മേധാവി കൂടിയായ വിശ്വാസ് പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഖാലി പ്രദേശത്തെ തൃണമൂൽ നേതാവായ ഷാജഹാൻ ഷെയ്ഖിനെയും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമെതിരെ ഭൂമി തട്ടിയെടുക്കലും ലൈംഗിക അതിക്രമം ചെയ്തുവെന്ന് ആരോപിച്ച് പ്രദേശത്തെ ധാരാളം സ്ത്രീകൾ ആഴ്ചകളായി പ്രക്ഷോഭത്തിലാണ്. ഒളിവിലായിരുന്ന മുഖ്യപ്രതി ഷാജഹാൻ ഷെയ്ഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.